നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിനകത്ത് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യനാണ്, ആരാണ് ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് ദേശീയ വരുമാനം കണക്ക് കൂട്ടിയ വ്യക്തികളുടെ പേരുകൾ. ഒന്നാമത്തെയാണ് ദാദാഭായ് നവറോജി, രണ്ടാമത്തെ ബില്യൺ ഡിക്വി, 3 ഫ്രിൻലി ഷിറാസ്, 4 BKRB റാവു, 5 RC ദേശായി. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് BKRB റാവുവാണ്. ഇത് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ BKRB റാവുവാണ്. ടോപ്പിക്ക് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. ഇൻ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ആർ, പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, 2 ലോ ലെവൽ ഓഫ് ടെക്നോളജി, 3 നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, 4 ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, 5 കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, 6 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഒന്നാമത്തെ പോയിൻ്റ് എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെമിന്താരി സിസ്റ്റമാണ്. രണ്ടാമത്തെ പോയിൻ്റ് ലോ ലെവൽ ഓഫ് ടെക്നോളജി, 3 നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, 4 ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, 5 കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ആറാമത്തെ പോയിൻ്റ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഈ പോയിൻറ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാർട്ടീഷൻ ചെയ്യുന്ന ആ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമി മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയി. അതും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം, അഗ്രികൾച്ചറിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയാവുന്നതാണ്.